റിപ്പോർട്ടർ കുരുക്ഷേത്രം മഞ്ചേരിയിൽ നിന്നാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. മഞ്ചേരിയിലേക്ക് റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം ആരംഭിക്കുന്നു. വെൽക്കം. ആദ്യ തെരഞ്ഞെടുപ്പിൽ ബി പോക്കറെ ജയിപ്പിച്ചു വിട്ടു തുടങ്ങിയതാണ് UDFന്റെ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ പടയോട്ടം ഈ മലപ്പുറം മണ്ഡലത്തിൽ. പിന്നീട് ഒരേ ഒരു തവണ മാത്രമാണ് മലപ്പുറം മണ്ഡലം UDFന് കൈവിട്ടത്. അത് 2004 സാക്ഷാൽ TK ഹംസ KP മജീദിനെ മലർത്തിയടിക്കുമ്പോൾ. അതിനും അപ്പുറമോ ഇപ്പുറമോ മുസ്ലിം ലീഗ് മലപ്പുറത്തിന്റെ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. ഒരുപക്ഷെ CPMന്റെ കണക്കുകൂട്ടലിൽ തന്നെ ഒറ്റയ്ക്ക് നിന്നാൽ ലീഗിൽ മത്സരിക്കാൻ ശേഷിയുള്ള മണ്ഡലങ്ങളുടെ പട്ടികയിലാണ് മലപ്പുറം. മലപ്പുറത്ത് അടിയൊഴുക്കുണ്ടോ എന്നാണ് ഒരിക്കൽ കൂടി നമ്മൾ പരിശോധിക്കുന്നത്. മഞ്ചേരിയിൽ നിന്ന് തത്സമയം നമ്മൾ കുരുക്ഷേത്രം ആരംഭിക്കുന്നു. നമുക്കൊപ്പം ചർച്ചയിൽ പങ്കുചേരാൻ അഡ്വക്കേറ്റ് NC പ്രകാശ്, NDയുടെ പ്രതിനിധി, UDFന്റെ പ്രതിനിധിയായ TP അഷ്റഫ് അലി അല്പസമയത്തുള്ളിൽ നമുക്കൊപ്പം ചേരും. LDF പ്രതിനിധി V ശശികുമാറും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ഞാൻ V ശശികുമാറിലേക്ക്. പൊതു തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ ചിത്രത്തെക്കുറിച്ചാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട ചോദ്യം. ഇതിപ്പോ നിങ്ങളുടെ മുതിർന്ന നേതാവ് AK ബാലൻ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കുണ്ട്, കോൺഗ്രസിന്റെ മയ്യത്തെടുക്കും ഈ വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ എന്നാണ്. എന്തു പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് BJPക്ക് വീണ്ടും കിരീടധാരണം ഉണ്ടാകും എന്ന് തന്നെയല്ലേ? BJPക്ക് അനുകൂലമായൊരു പ്രസ്താവന തുടർച്ചയായി CPM നേതാക്കൾ നടത്തുന്നത് എന്തുകൊണ്ടാണ്? അന്തർധാര സജീവമായതുകൊണ്ടാണോ? ശ്രീ ശശികുമാർ, മൈക്ക് സർ, മൈക്ക് ഓണാണ് സർ. BJPക്കെതിരായി ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രഖ്യാപിതമായ ഈ തെരഞ്ഞെടുപ്പിലെ നയം BJPയുടെ ഭരണത്തെ താഴെ ഇറക്കുക എന്നതാണ്. അതാണ് ഏറ്റവും മുഖ്യമായ മുദ്രാവാക്യം. അതിന് പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് നമ്മുടെ രാജ്യത്തിന് സംഭവിച്ചിട്ടുള്ള ഏറ്റവും ഗുരുതരമായ ഭവിഷ്യത്തുകളാണ്. ജനജീവിതം ദുസ്സഹമാവുകയും മതനിരപേക്ഷത അട്ടിമറിക്കപ്പെടുകയും നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറൽ മൂല്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന രാജ്യത്തിൻ്റെ ഭരണഘടന തന്നെ നിലനിൽക്കുമോ എന്ന് സംശയമുദിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പക്ഷേ അപ്പോഴും കോൺഗ്രസിന്റെ മയ്യത്തെടുക്കും എന്ന് പറഞ്ഞാൽ BJPയുടെ ഭരണം അവസാനിപ്പിക്കുക എന്നത് ആ അർത്ഥത്തിലാണ്. പക്ഷേ BJPയുടെ ജീവൻ എടുക്കുന്നത് കോൺഗ്രസിന്റെ മയ്യത്ത് കണ്ടിട്ടാണോ സാർ? കോൺഗ്രസിന് ഇന്ത്യ രാജ്യത്ത് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുണ്ടായിരുന്നു. സുകുമാർ അഴീക്കോട് പണ്ട് പറഞ്ഞതുപോലെ ഒരു കോൺഗ്രസ്സുകാരനായി ജനിച്ച് കോൺഗ്രസ്സുകാരനായി ജീവിച്ച് കോൺഗ്രസ്സുകാരനായി മരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ ഞാൻ മരിക്കുന്നതിന് മുമ്പ് കോൺഗ്രസ് മരിച്ചു പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നത്തെ അവസ്ഥ ദേശീയ തലത്തിൽ അല്ല നമ്മൾ BJPയെ പരാജയപ്പെടുത്തുക, മറിച്ച് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ BJPക്കെതിരായി രൂപം കൊള്ളുന്ന സംസ്ഥാന തലത്തിലുള്ള പ്രാദേശിക കക്ഷികൾ ഉൾപ്പെടെ ചേർന്നുകൊണ്ടുള്ള ഒരു സഖ്യമായിരിക്കും. അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ എന്റെ ചോദ്യം ഇതാണ്. ഇന്നിപ്പോൾ VD സതീശൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വളരെ ക്രൂരന്മാരായി പെരുമാറുന്നു, കോൺഗ്രസിന്റെ മയ്യത്ത് കാണണം എന്നുള്ള നിങ്ങളുടെ ലക്ഷ്യം BJPയെ പരോക്ഷമായി സഹായിക്കാനാണ് എന്ന രാഷ്ട്രീയമായൊരു വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, കേരളത്തിൽ അതിർത്തി വിട്ട് തമിഴ്നാട്ടിലെത്തിയാൽ രാഹുൽ ഗാന്ധിയുടെ കൈപിടിച്ചാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിന്റെ മയ്യത്ത് കാണണമെന്ന് ആഗ്രഹിക്കുന്ന CPM രാഹുൽ ഗാന്ധിയുടെ കൈ എങ്ങനെ പിടിക്കും? രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള DMK മുന്നണി അവിടെ കോൺഗ്രസ് അല്ല പ്രധാന കക്ഷി, DMK ആണ് പ്രധാന കക്ഷി. കോൺഗ്രസും CPM ഒക്കെ അതിന്റെ ഭാഗമാണ്, അത്രേ ഉള്ളൂ. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ അതാണ് അവസ്ഥ. കോൺഗ്രസ് തുടർന്ന് വരുന്ന നയങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ക്രൂരമായ വിമർശനം നടത്തേണ്ടി വരുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്ന, മതനിരപേക്ഷതയെ ബാധിക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് പോലും ഒരക്ഷരം ഉരിയാടാൻ തയ്യാറാവാത്ത കോൺഗ്രസിനെ കുറിച്ച് എങ്ങനെയാണ് മിതമായ ഭാഷയിൽ വിമർശിക്കുന്നത്? അതാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യം. TP അഷ്റഫ് അലി, താങ്കളോടുള്ള ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും ശശികുമാർ ഉന്നയിച്ചതാണ്. ദേശീയ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചട്ടവിജ്ഞാപനത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ കോൺഗ്രസിന്റെ അധ്യക്ഷൻ പറയുന്നത് രാത്രി ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്നാണ്. അങ്ങനെ ഉറപ്പില്ലാത്ത കോൺഗ്രസ് പാർട്ടിയുമായി ലീഗ് എന്തിനാണ് ഒരു ബന്ധത്തിന് പോകുന്നത്? ഈ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ കോൺഗ്രസിന് കഴിയുമെന്നുള്ളത് നിങ്ങൾ ഏത് ലെവൽ ഉപയോഗിച്ചാണ്, ഏത് മാനദണ്ഡം ഉപയോഗിച്ചാണ് അളക്കുന്നത്? നോക്കൂ, രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഇന്ന് ഇന്ത്യയിലെ ഈ ഫാസിസ്റ്റ് സർക്കാരിനെതിരെ അതിശക്തമായ നയവും നിലപാടും എടുക്കുന്ന, ഇന്ത്യയെ ഒട്ടാകെ നടന്ന് ജനങ്ങളെ ആ ഫാസിസ്റ്റ് സർക്കാരിൻ്റെ കെടുതികളെക്കുറിച്ച്, അവർ ഈ രാജ്യത്തെ ഊറ്റിയെടുക്കുന്നതിനെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഈ ഒരു നേതാവിനെ പറ്റി പോലും ഇങ്ങനെ പറയാൻ CPMകാർക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ എവിടെയാണ് മതേതര ഇന്ത്യ എന്ന പ്രതീക്ഷ അവർക്കുള്ളത് എന്നാണ് എനിക്കതിനോട് ചോദിക്കാനുള്ളത്. 2019 CAA NRCയുടെ സമയം മുതൽ തന്നെ അവസാനം ബോംബെയിലെ
ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ സമാപന സമ്മേളനത്തിൽ വരെ അതിശക്തമായി CAA-ക്കെതിരെയും NRC-ക്കെതിരെയും ഇന്ത്യയെ വിഭജിക്കുന്ന ഈ മതരാഷ്ട്രത്തിൻ്റെ ഈ നടപടികൾക്കെതിരെയും അതിശക്തമായ നിലപാടെടുത്തിട്ടുള്ള കോൺഗ്രസ് പാർട്ടി, നമുക്കാർക്കും അതിൽ സംശയമില്ല. ഇവർക്കത് ഇപ്പോഴും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോലും പറയുന്നത് ഇവിടുത്തെ UDF MP-മാർ ഉൾപ്പെടെ CAA-യുടെ വോട്ടെടുപ്പിൽ നിന്നും ബഹിഷ്കരിച്ചു എന്നുള്ളതാണ്. നമുക്ക് മുന്നിൽ ഡാറ്റകളുണ്ട്, നമുക്ക് മുന്നിൽ തെളിവുകളുണ്ട്. ആ സമയത്ത് 80 മെമ്പർമാർ CAA-ക്കെതിരെ വോട്ട് ചെയ്തതിൽ ലീഗുണ്ട്, CPM ഉണ്ട്, മറ്റു മതേതര കക്ഷികളുണ്ട്. അങ്ങനെ ഇരിക്കെ ഇവർ പറയുന്ന ഇതുപോലെയുള്ള കള്ളങ്ങളൊന്നും വിശ്വസിക്കാൻ ജനങ്ങളെ കിട്ടില്ല. മാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ CAA-യുമായി ബന്ധപ്പെട്ടുള്ള ഞങ്ങളുടെ നിലപാട് എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ അതൊരു ലീഡിംഗ് കേസായി സുപ്രീം കോടതി എടുത്തത് IUML വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നാണ്. ആ രീതിയിൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. സംഘടനകൾക്കൊപ്പമാണ് നിങ്ങൾ തീർച്ചയായിട്ടുമുണ്ട്. പക്ഷേ എല്ലാത്തിനെയും ബൈൻഡ് ചെയ്തുകൊണ്ട് IUML വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നാണ് കേസിന്റെ തലവാചകം. ഞാൻ പറയുന്നത് ഇങ്ങനെ കപടതകളില്ലാതെ, കള്ളങ്ങൾ പ്രചരിപ്പിക്കാതെ, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ മുതലെടുപ്പിന് വേണ്ടി മാത്രം CAA ഉപയോഗിക്കാതെ ഇവർ രംഗത്ത് വരണം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു CPM ഉണ്ട്, DYFI ഉണ്ട് എന്ന്. കഴിഞ്ഞ 19-ാം തീയതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുമ്പാകെ വാദം നടന്നു. ആരാണ് കേരള ഗവൺമെന്റ് പ്രതികരിച്ച് അവിടെ വക്കീലുണ്ടായിരുന്നത്? ആരാണ് DYFI-യുടെ വക്കീൽ അവിടെ എഴുന്നേറ്റ് സംസാരിച്ചത്? മുസ്ലിം ലീഗിന്റെ വക്കീലായിട്ടുള്ള കപിൽ സിബലാണ് അവിടെ എഴുന്നേറ്റ് സംസാരിച്ചത്. മറ്റൊന്ന് ഇന്ദിരാ ജയ്സിംഗ് ആയിരുന്നു. അപ്പോൾ ഇവർ ഇവിടെ ജനങ്ങൾക്കിടയിൽ പറയുന്ന രൂപത്തിലേക്കുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ, ഭരണഘടനാ സമ്മേളനം എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ഊരി ചുറ്റുന്നു. അതോടൊപ്പം തന്നെ ഭരണഘടനാ സമ്മേളനത്തിൽ അവസാനം ഇവിടെ LDF സ്ഥാനാർത്ഥിയുടെ കൈ ഉയർത്തി കാണിച്ച് വോട്ട് ചോദിക്കുകയാണ്. ഇതെന്താണ് സാർ? അതായത് CAA വിഷയത്തെ വോട്ട് വിഷയമാക്കി ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ മയ്യത്തെടുക്കാൻ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. മയ്യത്തെടുക്കാൻ പോകുന്ന കോൺഗ്രസുമായിട്ട് ലീഗ് എന്തിനാണ് കൂട്ടുകൂടുന്നത് എന്നാണ് പരോക്ഷമായുള്ള ചോദ്യം. അല്ല, ഞങ്ങൾക്ക് അങ്ങനെ വിശ്വാസമില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്ത്യ സഖ്യം വളരെ സ്ട്രോങ് ആണ്, വളരെ ശക്തമാണ്. ആ ഇന്ത്യ സഖ്യം ഇന്ത്യയിൽ അധികാരത്തിൽ വരും. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ പഞ്ചാബിലും ഡൽഹിയിലും ഗുജറാത്തിലും UP-യിലും തുടങ്ങി മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ അതിശക്തമായ സഖ്യമാണ്. ഇപ്പോൾ ഇവിടെ നരേന്ദ്രമോദി സർക്കാർ കാണിച്ചു കൂട്ടുന്ന ED-യെയും IT-യെയും കേന്ദ്രസേനയും ഒക്കെ ഉപയോഗിച്ചുള്ള ഈ വേട്ടയാടലുകൾക്ക് ജനം ശക്തമായി തിരിച്ചറിയും. ജനാധിപത്യ വിപ്ലവം ഇന്ത്യയിൽ ഉയർന്നു വരിക തന്നെ ചെയ്യും. 31-ാം തീയതി അതിന്റെ കാഹളം മുഴങ്ങാൻ പോവുകയാണ്. രാംലീല മൈതാനത്ത് ഇന്ത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികളും ചേർന്നൊരു ബഹുജന റാലി സംഘടിപ്പിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പ് ആം ആദ്മി പാർട്ടിയുടെ നേതാവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ 31-ാം തീയതി ഇന്ത്യ ഒന്നാകെ ഇളകാൻ പോവുകയാണ്. ശ്രീപ്രകാശ്, നോക്കൂ, നിങ്ങൾ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് 2 മുഖ്യമന്ത്രിമാരെ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നിങ്ങൾ അകത്താക്കിയിരിക്കുന്നു. പ്രചരണത്തിനുള്ള എല്ലാ സാവകാശവും നിഷേധിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ വഴികൾ നിങ്ങൾ അടച്ചിരിക്കുന്നു. നിങ്ങൾ കോൺഗ്രസിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തുകൊണ്ട് ചായ കുടിക്കാൻ പോലും പണമില്ലാത്ത രീതിയിൽ കോൺഗ്രസിനെ നിങ്ങൾ പൂട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു സ്വേച്ഛാധിപത്യം ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു ഈ രാജ്യത്തെ ജനങ്ങളെ, പ്രതിപക്ഷത്തെ എന്നാണോ? പ്രതിപക്ഷം അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങൾ BJP-യെ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. BJP ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു ജനങ്ങളെ. വേണ്ട. രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ മുന്നിൽ 10 വർഷക്കാലത്തെ പ്രോഗ്രസ് കാർഡ് കൊടുത്ത് മാർക്കിട്ടാണ് BJP വോട്ട് ചോദിക്കുന്നത്. 10 വർഷക്കാലത്തെ BJP-യുടെ പ്രോഗ്രസ് കാർഡ്, 300-ലേറെ പദ്ധതികൾ, നാട്ടിലെ സാധാരണക്കാരനും പാവപ്പെട്ടവനും വേണ്ടി നടപ്പാക്കിയിട്ടുള്ള 300-ലേറെ പദ്ധതികൾ. ഈ പദ്ധതികൾ ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് നരേന്ദ്രമോദിയും BJP-യും NDA സഖ്യവും വോട്ട് ചോദിക്കുന്നത്. നേരത്തെ അരുൺ സൂചിപ്പിച്ചു, ഈ കെജ്രിവാളിനുമായി പ്രശ്നം എന്താണ്? കെജ്രിവാളിന്റെ ഇഷ്യൂ 2021-ലെ മദ്യനയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ മന്ത്രിമാരെ അറസ്റ്റ് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ MP-മാരെ അറസ്റ്റ് ചെയ്യുന്നു, കവിതയെ അറസ്റ്റ് ചെയ്യുന്നു. ഈ കാര്യത്തിൽ 9 തവണ ഡൽഹിയുടെ മുഖ്യമന്ത്രിക്ക് ED സമൻസ് അയച്ചു, വരാൻ പറഞ്ഞു, ചോദ്യം ചെയ്യേണ്ടതുണ്ട്, വരണമെന്ന് പറഞ്ഞു. 9 തവണ ചോദ്യം ചെയ്യാൻ വേണ്ടി നോട്ടീസ് കൊടുത്ത് ഹാജരാവാത്ത മുഖ്യമന്ത്രി ഹൈക്കോടതിയിൽ പോയി, ഡൽഹി ഹൈക്കോടതിയിൽ പോയി ഞാൻ ഹാജരാവേണ്ടതില്ല എന്ന് പറയാൻ വേണ്ടി ഡൽഹി ഹൈക്കോടതിയിൽ ഉത്തരവിന് പോയപ്പോൾ ഡൽഹി ഹൈക്കോടതി അദ്ദേഹത്തിന്റെ പെറ്റീഷൻ തള്ളി. ED വിളിക്കുന്നത് ന്യായമായ കാര്യത്തിനാണ്, ചോദ്യം ചെയ്യാനാണ്, നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ ഹാജരാവണം എന്ന് പറഞ്ഞിട്ട് പോലും 9 തവണ ഒരു മുഖ്യമന്ത്രിക്ക് 9 തവണ മുഖ്യമന്ത്രിക്ക് നോട്ടീസ് കൊടുത്ത് ഹാജരാവാത്ത മുഖ്യമന്ത്രിയെ കസ്റ്റഡിയിൽ എടുക്കുകയല്ലാതെ മറ്റെന്താണ് ചെയ്യുക? കസ്റ്റഡിയിൽ എടുത്ത അന്ന് സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തു. ആ ഹർജി സുപ്രീം കോടതി പിറ്റേ ദിവസം പരിഗണിക്കാനിരിക്കെ ആ ഹർജി പിൻവലിച്ചു. കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കി. കോടതിയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വക്കീൽ വന്ന്, അഭിഭാഷകൻ വന്ന് അദ്ദേഹത്തിന് വേണ്ടി ജാമ്യത്തിന് വേണ്ടി വാദിച്ചു. ജാമ്യത്തിന് വേണ്ടി വാദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കേസ് നിലനിൽക്കുന്നതാണ്, ജാമ്യം കൊടുക്കാൻ കഴിയുകയില്ല. അദ്ദേഹത്തെ 6 ദിവസം പോലീസിന്റെ ED-യുടെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തു. ഞാൻ പറയുന്നത്, നോക്കൂ അരുൺ, ഞാൻ പറയുന്നത് ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയിട്ടുള്ള കോടാനുകോടിയുടെ അഴിമതി, ആ അഴിമതി കൃത്യമായി കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച് പുറത്തു വരുമ്പോൾ
കള്ളന്മാരുടെ ഞാൻ പറയട്ടെ, കള്ളന്മാരുടെ കൂട്ടമാണ് 31-ാം തീയതി കൂടാൻ പോകുന്നത്. കള്ളന്മാരുടെ കൂട്ടത്തിനെതിരെ ഈ രാജ്യത്തെ ജനങ്ങൾ വോട്ട് ചെയ്യും. 410 സീറ്റോടുകൂടി മൂന്നാം തവണ നരേന്ദ്രമോദി NDA അധികാരത്തിൽ വരും. രണ്ട് ചോദ്യങ്ങളാണ്. രണ്ട് ചോദ്യങ്ങളാണ് ശ്രീ പ്രകാശ്. 410 സീറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇന്ത്യക്കൊപ്പം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ചേർക്കണം. വേണ്ട, ബാക്കി എവിടുന്ന സീറ്റ് കിട്ടുക നിലവിലുള്ള ഇന്ത്യയിൽ നിന്ന്? ഞാൻ പറയട്ടെ, നിലവിലുള്ള ഇന്ത്യയിൽ എത്ര സീറ്റ് ഉണ്ട് അരുൺ? 543 സീറ്റിൽ തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് എത്ര സീറ്റ് കിട്ടും? കേരളത്തിൽ നിങ്ങൾക്ക് എത്ര സീറ്റ് കിട്ടും? 2 വട്ടം 0. കർണാടകത്തിൽ എത്ര കിട്ടും? കഴിഞ്ഞ തവണ തമിഴ്നാട്ടിൽ ഞങ്ങൾ 10ലേറെ സീറ്റുകൾ വാങ്ങും. കേരളത്തിൽ പോലും ഞങ്ങൾ ഇപ്രാവശ്യം ഞങ്ങൾ ജയിച്ചു വരും. കേരളത്തിൽ പോലും ഞങ്ങൾ ജയിച്ചു വരും. ഇന്ത്യയിൽ കർണാടകത്തിൽ ഞങ്ങൾ തൂറ്റുമാറും. ഈ 100 ആളുകളുടെ കൂക്കലിൽ അരുൺ വീണ്ടും പോണ്ട. അരുൺ ഈ കേരളം ആകെ സഞ്ചരിക്കുന്ന ആളാണ്, ഇന്ത്യ ആകെ സഞ്ചരിക്കുന്ന ആളാണ്. ബിജെപിയുടെ തരംഗം ഈ പ്രാവശ്യത്തെ ബിജെപിയുടെ തരംഗം എന്ന് പറയുന്നത് 10 വർഷത്തെ പ്രോഗ്രസ് കാർഡാണ്, 10 വർഷത്തെ ഭരണനേട്ടമാണ്. ഒരു ചോദ്യം കൂടി അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് പറഞ്ഞതിൽ നിന്ന് ഞാൻ പറയാം. അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി. നിങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെ ഇപ്പോൾ ED ചോദ്യം ചെയ്തിരിക്കുന്നു, ജയിലിൽ അടച്ചിരിക്കുന്നു. അരവിന്ദ് കെജ്രിവാളിന് കൈക്കൂലി കൊടുത്തുവെന്ന് നിങ്ങൾ ആരോപിക്കുന്ന ഒരു നേതാവുണ്ടല്ലോ, ഒരു മദ്യ വ്യവസായി, അരവിന്ദ് ഫാർമയുടെ ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടർ, പേര് ശരത്ചന്ദ്ര റെഡ്ഡി. ആ ശരത്ചന്ദ്ര റെഡ്ഡിയുടെ കയ്യിൽ നിന്ന് BJP എത്ര രൂപ വാങ്ങിയത്? അത് ഞാൻ പറയാം. ആ ചോദ്യം പ്രതീക്ഷിച്ചു, ഞാൻ പറയാം. ആ റെഡ്ഡിയെ ED അറസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് റെഡ്ഡിയെ ചോദ്യം ചെയ്യുന്നു. റെഡ്ഡി ചോദ്യം ചെയ്ത സമയത്ത് അരവിന്ദ് കെജ്രിവാളിന്റെ പേര് പറയുന്നില്ല. അരവിന്ദ് ഒരു വർഷം ഒരു കാര്യം മനസ്സിലാക്കുക. ഒരാളെ എങ്ങനെയാണ് അപ്രൂവർ ആക്കുക? CRPC പ്രൊവിഷൻ ഉണ്ട്. CRPC ചോദ്യം ചോദിച്ച് പിന്നെ അരുൺ CRPC 306 വകുപ്പുണ്ട്. ആ 306 വകുപ്പ് പ്രകാരം പ്രതി സ്വമേധയാൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ട്, ഞാൻ ഇത് ഉൾപ്പെട്ടിട്ടുണ്ട്, ഇന്ന ആളുകളൊക്കെ ഇതിലുണ്ട് എന്ന് യാതൊരു പേടിക്കോ വെപ്രാളത്തിനോ സമ്മർദ്ദത്തിനോ വകയില്ലാതെ മജിസ്ട്രേറ്റ് മുന്നിൽ കൊടുക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഒരാളുടെ മാപ്പ് സാക്ഷിയാക്കുന്നത്. അങ്ങനെ അയാളുടെ കയ്യിൽ നിന്ന് എത്ര കോടി വാങ്ങി? ഞാൻ പറയട്ടെ ദയവ് ചെയ്ത് അരുൺ കേൾക്കണ്ടേ? പറഞ്ഞോളൂ. അതാ ഞാൻ പറയുന്നത്. അപ്പൊ അരുൺ അങ്ങനെയുള്ള ഒരു പ്രൊസീജിയർ, ആ പ്രൊസീജിയർ നിയമപ്രകാരമുള്ള മജിസ്ട്രേറ്റിനെയും കോടതിയും അരുൺ വിശ്വസിക്കുന്നുണ്ടല്ലോ. മജിസ്ട്രേറ്റ് വലിയ വിശ്വാസമൊന്നുമില്ല. പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഏറ്റവും ഒടുവിൽ ലോവർ കോടതികളുടെ കാര്യത്തിൽ ഒരു പുതിയ ചരിത്രം എഴുതപ്പെടുന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ അരുൺ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ഇത് കാണുന്ന നീതിന്യായ വ്യവസ്ഥയെ വിശ്വസിക്കുന്നുവെന്നല്ല, ലോവർ കോടതികളിലെ ജഡ്ജിമാർ രാഷ്ട്രീയമായ പക്ഷപാതിത്വത്തോടുകൂടി പെരുമാറുന്ന സാഹചര്യം ഉണ്ടെന്ന് പിന്നീട് അവർ മന്ത്രിയാവുകയും പിന്നീട് അവർ സ്ഥാനാർത്ഥിയാവുകയും രാജ്യസഭാ അംഗത്വത്തിൽ എടുക്കുകയും ചെയ്ത് കാണുന്നുണ്ട്. നമ്മൾ ഹാജരാവുന്ന വക്കീൽ പറയുന്നതാണ് ഈ അരുണിന് വലുതെങ്കിൽ ഈ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയെ അതിനെ ബഹുമാനിക്കുന്ന ആളാണ് ഞാൻ. അതിനെ ബഹുമാനിക്കുന്ന ആളാണ് 140 കോടിയിൽ ഭൂരിപക്ഷമാണ്. അരുൺ ഒരു എക്സെപ്ഷണൽ കേസ്. ജുഡീഷ്യറി വിമർശനത്തിന് അധീനമൊന്നുമല്ല. ജുഡീഷ്യറി വിമർശിക്കാം. പക്ഷേ ചോദ്യത്തിലേക്ക് വരും. 50 കോടി രൂപ 59 കോടി രൂപ BJP ഈ മദ്യ വ്യവസായിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ? അതാണ് ഞാൻ പറഞ്ഞത്. കെജ്രിവാളിനെതിരെ സാക്ഷി പറയാൻ വേണ്ടി ഒരാളെ സാക്ഷിയാക്കണമെങ്കിൽ സാക്ഷിയാക്കേണ്ട ആളുകൾക്ക് അങ്ങോട്ടല്ലേ പണം കൊടുക്കുന്നത്? സാക്ഷിയാക്കേണ്ട ഏത് വ്യവസായ ഭീമനും സാക്ഷിയാക്കേണ്ട ആളുകൾക്ക് അങ്ങോട്ടാണ് പണം കൊടുക്കേണ്ടത്. BJPക്ക് പണം തരികയല്ല ചെയ്തത്. അയാൾ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി പല രാഷ്ട്രീയ പാർട്ടിയും കൊടുത്തു. BJPക്ക് എത്ര കൊടുത്തു? മാത്രമല്ല BJP ഇന്ത്യ രാജ്യത്ത് 1500-ലേറെ MLA-മാരുടെ പാർട്ടിയാണ്. ശരത്ചന്ദ്ര റെഡ്ഡി എന്ന് പറയുന്ന അരബിന്ദോ ഫാർമയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, മദ്യ വ്യവസായി, മദ്യനയ കേസിൽ പ്രതിയാ ചേർക്കപ്പെട്ടിരുന്നയാൾ, പിന്നീട് മാപ്പുസാക്ഷിയാക്കപ്പെട്ടിരുന്നയാൾ, ആം ആദ്മി പാർട്ടിക്ക് എത്ര കോടി കൊടുത്തു എന്നാണ് EDയുടെ കണ്ടെത്തൽ? 0. ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. BJPക്ക് കൊടുത്തത് 59 കോടി. ആം ആദ്മി പാർട്ടിക്ക് 100 കോടി രൂപ.
തെളിവെവിടെ? 100 കോടി രൂപ തെളിവ് proceeds of- കോടതിയിൽ ഹാജരാക്കും. proceeds of crime ഇതുവരെ തെളിവ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല സാർ ആ കേസിൽ. അരുൺ സാറിന് മുന്നിലോ റിപ്പോർട്ടർ ചാനലിന് മുന്നിലോ അതല്ല, അല്ല തെളിവ് ഹാജരാക്കേണ്ടത്. proceeds of crime തെളിവ് ഇതുവരെയും ഹാജരാക്കേണ്ടത് കണ്ടെത്തിയിട്ടില്ല ശ്രീ സാക്ഷിയുടെ പ്രകാശ്. കൂടെ. നമ്മൾ അതിൽ സാക്ഷി- ആവശ്യത്തിന് മാത്രം കോടതി- നിന്നാൽ പോരാ. പക്ഷേ കോടതി- ചോദ്യം ഇതാണ്. കോടതി ഒരു മിനിറ്റ് പറയട്ടെ. ഡൽഹി ഹൈക്കോടതി ഈ കെജ്രിവാളിന്റെ പെറ്റീഷൻ തള്ളി, റിട്ട് പെറ്റീഷൻ തള്ളി ഹാജരാവാൻ പറഞ്ഞു. അതെ. ഇഡി അറസ്റ്റ് ചെയ്തു, ജാമ്യം കൊടുത്തില്ല. ഒന്നും കാണാതെ ഒരു മുഖ്യമന്ത്രിയെ, ഒരു സംസ്ഥാനത്തിന് മുഖ്യമന്ത്രിയെ ഇഡി അറസ്റ്റ് ചെയ്ത് കോടതി കസ്റ്റഡിയിൽ കൊടുക്കണമെങ്കിൽ അതിന് വ്യക്തമായ സുതാര്യമായ ഒറ്റ ചോദ്യം കൂടി, ഒറ്റ ചോദ്യം കൂടി. ശരി ശരി, സമ്മതിച്ചു. 2014 മുതൽ ഇന്നേ വരെ ഇഡി കേസ് ചാർജ് എത്ര കേസ് ഷീറ്റുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്? 3010 ചാർജ് ഷീറ്റുകളാണ്. ഇതിൽ എത്ര ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് സാർ? നമ്പർ 24. ഇന്ത്യ രാജ്യത്ത് കേരള പോലീസ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കേസുകൾ ചാർജ് അതുപോലെയാണോ ഇഡി? കാരണം അവിടെ എന്താണ്? അവിടെ നോക്കൂ, കുറ്റാരോപിതനായ വ്യക്തി ജയിലിൽ കിടക്കുന്നു ഒരു ദീർഘകാലം. നോക്കൂ ശശികുമാർ, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അരവിന്ദ് കെജ്രിവാൾ നിയമപരമായ നടപടിക്രമങ്ങളിലൂടെയാണ് ഇപ്പോൾ ജയിലിനകത്താക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ 31-ാം തീയതി കൂടാൻ പോകുന്ന വലിയ റാലി എന്ന് പറയുന്നത് പെരുങ്കള്ളന്മാരുടെ റാലിയാണ് എന്നുള്ളതാണ് ബിജെപിയുടെ ആക്ഷേപം. ബിജെപി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിലെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളെ ഇഡി കേസെടുക്കുക. ആദ്യം ഇഡി വരും, അത് കഴിഞ്ഞ ഇഡി ആദ്യം കേസുമായിട്ട് വരും. അത് കഴിഞ്ഞാൽ ബോണ്ട് വാങ്ങും. ബോണ്ട് വാങ്ങിയാൽ അവർ കുറ്റവിമുക്തരാകും. അങ്ങനെ എത്ര നേതാക്കൾ, വിശ്വ ശർമ്മ, അതുപോലെ നവേന്ദു അധികാരി, അങ്ങനെ ഒരു ലിസ്റ്റാണ്. വൈറ്റ് വാഷിംഗ് മെഷീനാണ് ഇഡി എന്നാണ് ആരോപണം. അതായത് ഇന്ത്യയിലെ അഴിമതിയെ സംബന്ധിച്ച് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സങ്കല്പങ്ങളും മാറി. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പക്ഷേ നിങ്ങൾ കൈപിടിക്കാൻ പോകുന്ന ലല്ലു പ്രസാദ് യാദവ് കാലിത്തീറ്റ കുംഭകോണത്തിൽ ശിക്ഷിക്കപ്പെട്ടയാളാണ്. ഇടതുവശത്ത് നിൽക്കുന്ന തേജസ്വി യാദവ് വീണ്ടും ശിക്ഷിക്കപ്പെട്ടയാളാണ്. നിങ്ങളുടെ ഇടതുവശത്ത് വീണ്ടും നിൽക്കുന്നയാൾ അരവിന്ദ് കെജ്രിവാൾ ബന്ദിനയ കേസിൽ 2 മന്ത്രിമാരും ഒരു MP ജയിലാക്കപ്പെട്ടയാളാണ്. ഇന്ത്യയിലെ ഇടതുപക്ഷം വ്യക്തമായൊരു നിലപാടെടുത്തിട്ടുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു വേദിയാണ്. ഞങ്ങൾ ആ സഖ്യത്തിലല്ല. ഇന്ത്യയിൽ BJPയെ പരാജയപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്രധാന വേദി രൂപം കൊടുക്കുക എന്നുള്ളതാണ് ജനറൽ ലക്ഷ്യം. ഞാൻ ആദ്യം പറഞ്ഞൊരു ഭാഗം, BJPയുടെ ഭരണത്തിന് കീഴിൽ ഇപ്പോൾ അവരേറ്റവും വികസനമാണ് ആദ്യം പറഞ്ഞിരുന്നത്. പിന്നീട് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയെ കുറിച്ചായി പറയല്. ഇപ്പോ എല്ലാം വന്ന് നിൽക്കുന്നത് ഈ ബോണ്ട് വിവാദത്തിലാണ്. BJPയുടെ പേര് തന്നെ മാറ്റേണ്ടി വരികയാണ്. BJP ഭാരതീയ ജനതാ പാർട്ടിക്ക് പകരം ബോണ്ട് ജനാധിപത്യ പാർട്ടി എന്ന പേര് സ്വീകരിക്കേണ്ട അവസ്ഥ ഇന്ന് വന്നിരിക്കുകയാണ്. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നത്. ബോണ്ട് ഇല്ലാതെ CPM പണം സ്വീകരിച്ചു എന്നൊരു ആരോപണമുണ്ട്. അപ്പുറത്ത് DMK-ന്ന് 10 ലക്ഷം വാങ്ങി, DMK-യുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്. സാന്റിയാഗോ മാർട്ടിന്റെ 10 ലക്ഷം രൂപ, 10 കോടി രൂപ നിങ്ങൾ വാങ്ങി, DMK-യുടെ കയ്യിൽ നിന്ന് വാങ്ങി. അതും കൂടെ ഒന്ന് വിശദീകരിക്കണം. അതൊന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഈ കേസിൽ രക്ഷപ്പെടാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യയിലെ BJPയുടെ മുഖം. കോടി രൂപ. ശരി ശരി. ഒരു കാര്യം ഈ അഷ്റഫ് അലി പറഞ്ഞു, കോൺഗ്രസിന്റെ ഒരു വളർച്ചയെ കുറിച്ച് പറഞ്ഞു. കോൺഗ്രസ് വളരണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചിരുന്നതാണ്. കോൺഗ്രസ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ എടുത്ത ഓരോ നിലപാടും ഇന്ത്യയിലെ ജനാധിപത്യ കക്ഷികളെ നിരാശപ്പെടുത്തുന്നതാണ്. ഒരു ഉറച്ച തീരുമാനവും ഉറച്ച നിലപാടും ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികളിൽ സ്വീകരിക്കാത്തതിനെ തുടർന്ന് അതാണ് കോൺഗ്രസിനെതിരായിട്ടുള്ള വിമർശനം. ആ കോൺഗ്രസിന്റെ കീഴിൽ നിന്ന് മുസ്ലിം ലീഗിന് പോലും സ്വന്തം അസ്തിത്വവും വ്യക്തിത്വവും നഷ്ടപ്പെട്ട ഒരു കാലത്താണ്. അങ്ങനെ അസ്തിത്വം നഷ്ടപ്പെട്ട അഷ്റഫ് അലി മുസ്ലിം ലീഗിന് മൈക്ക് ഒരിക്കലുമില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗതികേടൊന്നും വന്നിട്ടില്ല. ഇത് തമിഴ്നാട്ടിലെ രാഹുൽ ഗാന്ധി CPM-ന്റെ സ്ഥാനാർത്ഥിയുടെ ഡിണ്ടിഗൽ സ്ഥാനാർത്ഥിയുടെ ചിത്രമാണ്. ഇവിടെ സീതാറാം യെച്ചൂരി ഇല്ല. ഞങ്ങൾ എവിടെയും സാദിഖലി രാഹുൽ ഗാന്ധിയും സ്റ്റാലിനും അപ്പുറത്തും ഇപ്പുറത്തും നിന്നുകൊണ്ട് CPM സ്ഥാനാർത്ഥി വോട്ട് പിടിക്കുക. ഇവിടെ നിങ്ങൾ കോൺഗ്രസിനെ തെറി പറയുക. ഇതെങ്ങനെ ശരിയാവും? ഇത് പറയുന്ന മൃതിയടഞ്ഞ കോൺഗ്രസ് ആണെങ്കിൽ ഇതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പൊ ഇവർക്ക് ഇവിടെ തൊട്ടപ്പുറത്ത് വഴിക്കടവിന് മുകളിൽ കയറിയാൽ ഇവർക്ക് ഇത് പറയാൻ സാധിക്കില്ല. ഈ രീതിയിലുള്ള നയം നിലപാടും ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. പൊതുശത്രു BJP ആണെന്ന് തിരിച്ചറിയുകയും അതിശക്തമായി ഒളിഞ്ഞും തെളിഞ്ഞും അവരെ കൂടാതെ കറക്റ്റായി അവരെ എതിർക്കാനും ശക്തമായ നിലപാടെടുക്കാനും രംഗത്ത് ശശികുമാർ, നോക്കൂ കേരളത്തിലെ ജനങ്ങളോടും ഇന്ത്യയോടും CPM കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വഞ്ചനയല്ലേ യഥാർത്ഥത്തിൽ ഇത്? നിങ്ങൾ നോക്കൂ, കേരളത്തിന് പുറത്ത് നിങ്ങൾ ഇന്ത്യ മുന്നണി നിങ്ങൾ മത്സരിക്കൂ, കേരളത്തിനുള്ളിൽ നിങ്ങൾ സൗഹൃദ മത്സരം നടത്തൂ. പക്ഷേ ഈ ഒരു കോൺഗ്രസ് പാർട്ടി മയ്യത്തായി പോവും. ഈ പറയുന്ന കോൺഗ്രസിന്റെ നിലപാടുകളോട് ഞങ്ങൾ ഐക്യപ്പെടുന്നില്ല എന്നൊക്കെ ഒരേ സമയം പറയുകയും തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ കൈപിടിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യുമ്പോൾ ആ ഇരുട്ടത്തപ്പ് ഇവിടുത്തെ ജനങ്ങൾ കാണുകയാണ്. സാർ അഷ്റഫ് അലി, നിങ്ങളുടെ നിഷ്കളങ്കതയെ ഞാൻ മാനിക്കുന്നു. പക്ഷേ
കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് ആരാണിനി ജയിച്ചാൽ കോൺഗ്രസ് ആയി തുടരുക? വലിയ ചോദ്യമല്ലേ? ജയിക്കുന്ന എല്ലാവരും കോൺഗ്രസ് ആയി തുടരും. അതിലൊന്നും ഒരു സംശയം ആർക്കും വേണ്ട. നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ കൊഴിഞ്ഞു പോകുന്നത് മാത്രം നോക്കിയാൽ മതി. കൊഴിഞ്ഞു പോയി മന്ത്രിയായ അൽഫോൺസ് കണ്ണന്താനം അറിയാം. എസ് രാജേന്ദ്രൻ അവിടെ കുമളി വഴി തേനി വഴി കമ്പം വഴി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നോക്കിയാൽ മതി. അദ്ദേഹമൊക്കെ ഇവിടെ ഈ പ്രധാനപ്പെട്ട BJP നേതാക്കന്മാരൊപ്പം നിൽക്കുന്ന ഫോട്ടോ പുറത്തു വന്നിട്ടുണ്ട്. സ്റ്റിക്കറുമായി ഇന്നോവ വന്ന് കറങ്ങുമോ എന്നുള്ള ഒരു പേടി കൂടി RSSകാരിൽ നിന്ന് ഇല്ല എന്ന് ഉറപ്പ് കിട്ടിയാൽ രാജേന്ദ്രൻ പോകും. ഒരു സംശയമില്ല. അങ്ങനെ ഒരു ലിസ്റ്റ് തന്നെയുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ BJP-കാരിൽ ആരെയും തന്നെ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെ നിങ്ങൾ ആരും BJP-കാരുമായി കൂട്ടിക്കെട്ടാൻ നിൽക്കണ്ട. കേരളത്തിൽ നിന്ന് വിജയിച്ച MP-മാർ എങ്ങനെ കഴിഞ്ഞ കാലങ്ങളിൽ അതിശക്തമായി BJP-ക്കെതിരെ പോരാടി ഇവിടെ സസ്പെൻഷൻ ഉൾപ്പെടെ വാങ്ങിയിട്ടുണ്ടോ അതിന് ഇരട്ടി അതിശക്തമായി ഞങ്ങൾ ഈ രാജ്യത്തെ മുകുന്ദപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച സ്ഥാനാർത്ഥിയായിരുന്നു പത്മജ. ഇപ്പൊ BJP-യില. അല്ല, അങ്ങനെ എത്ര പേർ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞു അൽഫോൺസ് കണ്ണന്താനം ആരായിരുന്നു? മുൻ മന്ത്രി, CPM-ന്റെ മുൻ മന്ത്രി, BJP-യിൽ പോയതുൾപ്പെടെ കേരളത്തിലൊന്നും അവരുടെ കൂടെ പോയ എത്ര ആളുകളുണ്ട്. ആ ആളുകളൊക്കെ ഇവിടെ അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇടവേള കഴിഞ്ഞ് തിരിച്ചു വരാം. നമ്മൾ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ്, മഞ്ചേരിയിൽ നിന്നാണ് തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം തുടരും. ഇടവേളയ്ക്ക് ശേഷം വോട്ടർമാർക്കും ജനപ്രതിനിധികൾക്കും പാർട്ടി പ്രവർത്തകർക്കും പറയാനുണ്ട്. അവരുടെ വിശേഷങ്ങളിലേക്കും വാദങ്ങളിലേക്കും എത്തും. ഇടവേളയ്ക്ക് ശേഷം ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക്. മലപ്പുറം ഉറപ്പിച്ച രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുമോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. 2 പതിറ്റാണ്ട് മുമ്പിൽ ഇതിന്റെ വോട്ടിംഗ് അനുഭവം വീണ്ടും ആവർത്തിക്കുമോ? അങ്ങനെ ആവർത്തിച്ചാൽ TK ഹംസയ്ക്ക് ശേഷം വസീഫ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് പാർലമെന്റിലേക്ക് പോകുമോ എന്നതാണ് പ്രസക്തമായ ചോദ്യം. വോട്ടർമാർ പറയുന്നു. എന്താണ് പ്രതികരണം? എന്താണ് വോട്ട്? ആർക്കാണ് വോട്ട്? എന്തുകൊണ്ട് വോട്ട്? UDF സ്ഥാനത്തിൽ സംസാരിക്കാല്ലേ? പിന്നെ ഇപ്പോൾ ഈ കേരളത്തിലെ പാർലമെന്റ് ഇലക്ഷൻ വരികയാണല്ലോ. അപ്പോൾ കേരളത്തിലെ നല്ല 2 കോൺഗ്രസിന്റെ അടിത്തറ, കോൺഗ്രസിന്റെ 2 മുൻ മുഖ്യമന്ത്രിമാർ, AK ആന്റണി മുൻ മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രിയും കോൺഗ്രസിന്റെ അടിത്തറ മുൻ കേരളത്തിലെ ഏറ്റവും വലിയ ഉയർന്ന നേതാവും ലീഡർ കോൺഗ്രസ് അല്ല പിന്നെ AK ആന്റണി. ഈ AK ന്റെ മകനിപ്പോ വീട്ടിൽ നിന്ന് പോകുന്നത് ഒന്ന് BJP-ക്ക് വോട്ട് ചെയ്യാനും AK ആന്റണി കോൺഗ്രസിന് വോട്ട് ചെയ്യുകയാണ്. അതുപോലെ ലീഡർ കോൺഗ്രസിന്റെ ഉയർന്ന മുഖ്യമന്ത്രി ആയിരുന്നു ലീഡർ കരുണാകരൻ ഇപ്പോൾ പിന്നെ BJP-യിലാണ്. എങ്ങനെ ഈ കോൺഗ്രസിനെ UDF-നെ എങ്ങനെ വിശ്വസിക്കും ഈ ജനങ്ങൾ? അതുപോലെ തന്നെ ഈ പൊന്നാനി മലപ്പുറം 2 സ്ഥാനാർത്ഥികൾ അങ്ങോട്ടുള്ള മാറ്റം എന്ത് രാഷ്ട്രീയമാണ് നിങ്ങൾ അതിൽ കാണുന്നത്? പിന്നെ അതുപോലെ മണ്ഡലത്തിൽ ഒളിച്ചോടിയതാണോ എന്നാണോ ചോദ്യം? UDF ലീഗിന്റെ 2 സ്ഥാനാർത്ഥികൾ അങ്ങോട്ടുള്ള മാറ്റം എന്ത് രാഷ്ട്രീയങ്ങൾ മനസ്സിലാക്കേണ്ടത്? സ്വന്തം നാട്ടിൽ പോയി മത്സരിക്കുന്നു സാർ. അവർ 2 സ്വന്തം നാട്ടിൽ മത്സരിക്കുന്നു. അങ്ങോട്ട് മത്സരിക്കുന്നു. സ്വന്തം നാട്ടിലോട്ട് വന്നു, കോട്ടയ്ക്കലേക്ക് പോയി. അതുപോലെ തന്നെ ഈ ഫാസിസത്തിനെതിരെ പിന്നെ പാർലമെന്റിൽ ഇടിമുഴക്കം പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഉള്ളൂ. ഇടതുപക്ഷ MP-മാർ അവിടെ പിന്നെ സംസാരിച്ചമാര് ഒരു ലീഗിന്റെ UDF-ന്റെ MP-മാർ സംസാരിച്ചിട്ടില്ല. അത് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാം. കഴിഞ്ഞ കുറി പറഞ്ഞ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവുന്ന കണ്ടോടുകൂടി ജനങ്ങൾ വിശ്വാസം എടുത്തു. ആ വിശ്വാസം നഷ്ടപ്പെട്ടു. അറിവില്ലാതെ BJP ഞങ്ങളെ കേരളത്തിലെ പിന്നെ പെൻഷൻ അതുപോലെ തന്നെ GST-ന്റെ വിഭാഗം ഒക്കെ ഞങ്ങൾ നെരുക്കാൻ ഈ കേരള സർക്കാരിനെ നെരുക്കാൻ BJP എന്തൊക്കെ ചെയ്തു? ഇത് പഞ്ചാബ് ഡൽഹിയിൽ നിന്നല്ല, കേരളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കേരള. ഇവിടെ ഞങ്ങൾ ED മീഡിയം വന്ന ഇവിടെ ജനാധിപത്യ സംഘടന രീതിയിലുള്ള ആൾക്കാരെ വിവരം അറിയും. ഏതാണ് എന്താണ് ഇവിടുത്തെ നിലപാട്? എന്താ നിലപാട്? ചേർത്ത് പിടിച്ചോ മൈക്ക്. ഞാൻ പിടിച്ചു തരാം. പറഞ്ഞോ. ബഹുമാന്യ സദസ്സിനോട് പറയാനുള്ളത്, NDA സ്ഥാനാർത്ഥി പറഞ്ഞു 410 എന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഇവിടെയൊക്കെ കിട്ടുമെന്നും പറഞ്ഞു. പിന്നെ കിട്ടുന്നതെന്ന് പറഞ്ഞപ്പോൾ അവസാനം കേരളത്തിൽ എന്ന് പറഞ്ഞാൽ കിട്ടും എന്ന് പറഞ്ഞു. അതല്ലാതെ എണ്ണം പറഞ്ഞിട്ടില്ല. എന്നാൽ കേരളത്തിലല്ല ഇന്ത്യയിൽ അവർക്ക് 100 സീറ്റ് പോലും തികയില്ല എന്നുള്ള ഞാൻ പറയുന്നത്. 100 സീറ്റ് ആയിക്കോട്ടെ, കാണാം. ഇവിടെ ഉണ്ടാവും, എങ്ങും പോയില്ല. ജൂൺ 4-ാം തീയതി നമുക്ക് കാണാം. ഇവിടെ ഉണ്ടാവും, മഞ്ചേരി ഉണ്ടാവും. മഞ്ചേരി തന്നെ ഉണ്ടാവും. എന്താണ് നിലപാട്? പറഞ്ഞോട്ടെ. എന്താ ഇപ്പോൾ ഇന്ത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിന് നേരിടുന്നത് NDA-യിൽ നിന്നും BJP-യിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇടതുപക്ഷമാണ് പിന്നെ അവരെ എതിർക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ശശിയേട്ടനോട് സംസാരിക്കുന്നത്. അവരുടെ സീനിയർ നേതാവായിട്ടുള്ള AK ബാലൻ സാർ ഇന്നലെ പറഞ്ഞത് എന്താണ്? അവരുടെ
പിന്നെ ദേശീയ പദവി പാർട്ടി നഷ്ടപ്പെടാതിരിക്കാൻ നിശ്ചിത വോട്ട് ശതമാനം കിട്ടുന്ന രീതിയിൽ നോക്കിക്കോളി നീരാളിയൊക്കെ ചിഹ്നമായിട്ട് കിട്ടും. ആ ഗതി വരാതെ നോക്കിക്കോളി മക്കളെ എന്നാണ് പറയുന്നത്. മരണത്തിന് വിട്ടുകൊടുക്കരുത്. ഇന്ത്യ മുന്നണി മത്സരിക്കുന്നത് ഈ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അവർ സ്വന്തം പാർട്ടിയുടെ ദേശീയ പദവി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് അവർ BJP എതിർക്കണായിട്ട് ആളുകളായിട്ട് ഇവിടെ മാറുന്നത്? നിങ്ങൾ ആദ്യം ICUവിൽ നിന്ന് പുറത്ത് വന്നിട്ട് BJP അടിക്കാൻ പോ എന്നുള്ളതും പിന്നെ കോൺഗ്രസിന്റെ മയ്യത്തെടുക്കണം എന്നൊക്കെ പറയുന്നത് ഓലനല്ലേ? അതെ അല്ലാന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്ക്, പ്രബുദ്ധരായ കേരള ജനതക്ക് അത് ബോധ്യമുണ്ട്. അല്ലാന്നുള്ളത് ഇന്ത്യ. ഓക്കെ, എന്താ നിലപാടുള്ള എന്തെങ്കിലും പറഞ്ഞോട്ടെ. BJP പ്രതിനിധിയോടാണ് ചോദ്യം. സാർ, കേരളം സോമാലിയക്ക് സമാനമാണെന്നാണ് BJP പറയുന്നത്. അത് ശരിയാണോ സാർ? രണ്ട് നരേന്ദ്രമോദി പറഞ്ഞു എന്നതാണ് ഇവർ പറയുന്നത്. സമാനമാണെന്ന് ആര് പറഞ്ഞു? ഈ ദേശാഭിമാനി വായന നിർത്തണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ഇന്ത്യൻ റെയിൽവേ എത്ര കാലമായി ഒരാളെ പോസ്റ്റ് ചെയ്തിട്ട് എത്ര തൊഴിലുണ്ടാക്കുന്ന നിങ്ങൾ പറഞ്ഞത്? ആർക്ക് വേണ്ടി? 2 കോടി തൊഴിലെന്ന് പറഞ്ഞു. ഒരു കുട്ടിയെങ്കിലും നിങ്ങൾ നിയമിച്ചിട്ടുണ്ടോ? ഇന്ത്യൻ റെയിൽവേ ഒരു നിയമനമെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഇന്ത്യൻ റെയിൽവേയിൽ കഴിഞ്ഞ 15 ദിവസം മുൻപ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 36 പുതിയ സ്റ്റേഷനുകൾ. അത് സ്വകാര്യ മേഖലയോ? സാർ എന്താ ഈ പറയണത്? 36 പുതിയ സ്റ്റേഷനുകൾ നവീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി ഞാൻ പറയട്ടെ ഒന്നിച്ച് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ റെയിൽവേയിൽ അപ്പോയിന്റ്മെന്റ് നടക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, മനസ്സിലാക്കൂ, ഇന്ത്യൻ റെയിൽവേയിൽ അപ്പോയിന്റ്മെന്റ് നടക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് സാധാരണക്കാരനും ആളുകൾക്കും ജീവിക്കാനുള്ള മാർഗത്തിന് വേണ്ടി ഒട്ടനവധി പദ്ധതികൾ. ഒരു പദ്ധതി ഞാൻ പറയാം. പെട്രോൾ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ എത്തി സാർ. BSNL അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിട്ടു തുലച്ചില്ല സാർ. പറയാൻ അനുവദിക്കും. വിമാനത്താവളങ്ങൾ വിട്ടു തുലച്ചില്ല സാർ. ചോദ്യങ്ങൾ കഴിഞ്ഞാൽ ഒന്നും പൊതുജനങ്ങൾക്ക് വേണ്ടി വിശ്വാസമില്ല. നാല് ചോദ്യങ്ങളുണ്ട്, ചോദിച്ചോളൂ. എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടി ഇപ്പൊ BJP ആണ് ഇന്ത്യ ഭരിക്കുന്നത്? എന്തുകൊണ്ട് നമ്മള് മലപ്പുറം ജില്ലക്ക് ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു റെയിൽവേ കോച്ച് തരാത്ത, റെയിൽവേ സ്റ്റോപ്പ് തരാത്താണോ? ചോദിക്കൂ. നേരത്തെ അഷ്റഫ് അലി സൂചിപ്പിച്ചു, പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ച് ഇടതുപക്ഷം തമിഴ്നാട്ടിൽ വോട്ട് ചോദിക്കുന്നു. മുന്നണി മാറാത്തവരൊന്നല്ല മുസ്ലിം ലീഗ്. അഷ്റഫ് അലി കുറച്ച് പുറകോട്ട് പോയാൽ കേരളത്തിലടക്കം ഇടതുപക്ഷത്തോടൊപ്പം മന്ത്രിസഭയിൽ ഇരിക്കേണ്ടി വന്നവരാണ് ലീഗ് എന്ന ബോധ്യമുണ്ട്. ഒരൊറ്റ ചോദ്യം, നേരത്തെ അയാൾ ചോദിച്ച അതേ ചോദ്യം. ഇടതുപക്ഷം നിങ്ങൾ വയസ്സ് വെച്ചുകൊണ്ടൊക്കെ ചലഞ്ച് ചെയ്യുന്നത്, ഇടതുപക്ഷം വയസ്സായവരെ മത്സരിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഞങ്ങൾ പേരിലെങ്കിലും ഇടതുപക്ഷത്തിൽ ചുറുചുറുക്കുള്ള 2 ചെറുപ്പക്കാർ മത്സരിക്കുന്നുണ്ട്. സംശയമില്ലല്ലോ. ഓക്കെ, ഞാൻ അങ്ങനെ തന്നെ പറയുന്നു. അങ്ങനെ പറയുന്നു. ഓക്കെ, നിങ്ങൾ ഇനി ഏജ് കൊണ്ടുവരണ്ട. അഷ്റഫ് അലിയെ പോലുള്ള ചെറുപ്പക്കാർ ലീഗിലില്ലേ? അവരെന്നും മത്സരിക്കും. അഷ്റഫ് അലിക്ക് വയസ്സായിട്ട് വേണോ ഇനി മത്സരിക്കാൻ? അല്ല, ഇങ്ങനെ പോയാൽ അഷ്റഫ് അലി അടക്കമുള്ള ആളുകൾക്ക് ദുആ ചെയ്യേണ്ടി വരും. ഇവിടെയുള്ള ലീഗിന്റെ സമുദ്ര നേതാവും കന്മാർ രാഷ്ട്രീയത്തിൽ നിന്നും പിൻവാങ്ങാൻ വേണ്ടി ദുആ എടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും എന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് കാലിക പ്രസക്തമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നല്ല രാഷ്ട്രീയം പറയുന്ന അഷ്റഫ് അലിയെ പോലെയുള്ള ചെറുപ്പക്കാരുടെ, അഷ്റഫ് അലി വേണ്ട, രാഷ്ട്രീയ മത്സരിക്കാൻ താല്പര്യമില്ല, മാറി നിൽക്ക്. ഒരുപാട് ആൾ, PK ഫിറോസ് അടക്കമുള്ള ആളുകൾ റെഡിയാണ്, മത്സരിക്കാൻ റെഡിയാണ്, മത്സരിച്ച് പരാജയപ്പെട്ടുവാണ്. അപ്പൊ അനുഭവ സമ്പത്തുണ്ട്. അത് വെച്ച് എന്തുകൊണ്ട് നിങ്ങൾക്ക് പുതിയ ആളുകൾക്ക് അവസരം കൊടുത്തൂടാ? യുവത്വം മത്സരിക്കട്ടെ. രാഹുൽ ഗാന്ധി നയിക്കുന്നു എന്നാണല്ലോ പറയുന്നത്. രാഹുൽ ഗാന്ധി ഈ നാട്ടിലെ സുപ്രധാനമായ സമരങ്ങൾ നടക്കുമ്പോൾ ഒരു കർഷക സമരത്തിന്റെ, ഇപ്പൊ ലീഗുകാരൊക്കെ സ്റ്റാറ്റസ് ഇടുന്നുണ്ട്, കർഷക സമരം ഇവിടെ ആരംഭിച്ചതാരാണ്? ഇതിന്റെ ചരിത്രം നിങ്ങൾ പരിശോധിക്കണം. ഈ നാട്ടിലെ കിസാൻ സഭയും കർഷക സംഘവും തുടങ്ങി വെച്ച സമരം, ആ സമരത്തിൽ അവസാനം ഇതാ കപ്പടിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ട്രാക്ടറിൽ വന്നിറങ്ങുന്നു. എന്നിട്ട് ഞാനും ഉണ്ട് ഈ മത്സരത്തിൽ എന്ന് പറയുന്നു. ഇതാണ് സാഹചര്യം. പൗരത്വ ഭേദഗതിയും നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയുടെ തെരുവോരങ്ങളിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് പ്രസംഗിക്കുവാൻ കഴിയുന്നില്ല? കേരളത്തിൽ വന്ന് നിങ്ങൾ മുസ്ലിം ലീഗ് വലിയ നൈറ്റ് മാർച്ച് നടത്തുന്നു. ഞങ്ങൾക്ക് എല്ലായിടത്തും ഒരേ നിലപാടാണ്. കേരളത്തിലും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഞങ്ങൾക്ക് ഒരേ നിലപാടാണ്. ആ സംസ്ഥാനത്ത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതികരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ 4 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അതിൽ ആദ്യം ശശികുമാറിൽ തുടങ്ങാം. ശശികുമാർ, നിങ്ങൾ ആഭ്യന്തരമായി നിങ്ങളൊരു പ്രശ്നത്തിലല്ലേ? യഥാർത്ഥത്തിൽ നിങ്ങളുടെ ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ICUവിൽ കിടന്ന് നിങ്ങൾ ജീവൻ രക്ഷാ മരുന്നായിട്ടല്ലേ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്? നിങ്ങൾക്ക് ഒറ്റയ്ക്കെണീറ്റ് നിന്ന് BJP അടിക്കാനുള്ള ത്രാണിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഈ പറയുന്നതൊക്കെ പുകമറയല്ലേ എന്നതാണ് ചോദ്യം. ചോദ്യം മനസ്സിലായിട്ട്, അതായത് 2004 എന്ന് പറഞ്ഞിട്ടൊരു വർഷം ഉണ്ടായി. ആ വർഷത്തിൽ നമ്മൾ കണ്ടത് എന്താണ്?
BJPക്കെതിരായി ഒരു കോമൺ മിനിമം പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ ഒരു ബദൽ ഗവൺമെന്റ് ഉണ്ടാക്കി. എങ്ങനെ ഉണ്ടാക്കിയത്? ഇടതുപക്ഷത്തിന് 61 MP-മാരുണ്ടായിരുന്നു. അവരൊരു സ്ഥാനവും ചോദിക്കാതെ നിരുപാധികമായ പിന്തുണ, തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള പദ്ധതികൾ മുന്നോട്ട് വെച്ച് പിന്തുണ കൊടുത്തിട്ടാണ് UP ഉണ്ടായത്. ഞങ്ങൾ പറയുന്നത് അത് 2 പതിറ്റാണ്ട് മുമ്പുള്ള ചരിത്രം. ഇന്ത്യകൾ അത്രയും സീറ്റ് പോലും മത്സരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരട്ടെ. ഞങ്ങളുടെ 20 ആളുകൾ കേരളത്തിൽ നിന്ന് ഇടതുപക്ഷത്തിന്റെ ജയിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അവർ ഒരു നോട്ട് കെട്ടിന്റെ പേരിലും ഒരു നോട്ട് കെട്ടിന്റെ മുമ്പിലും അവര് കീഴടക്കില്ല. അവര് അമിത്ഷായുടെ മുമ്പിൽ മുട്ടുമടക്കില്ല. ഇവരുടെ പരിമിതി ഞങ്ങൾക്കില്ല. മുസ്ലിം ലീഗ് പറയുന്ന പരിമിതി ഉണ്ടല്ലോ, ആ പരിമിതി ഇല്ലാത്ത പോരാട്ടത്തിന് ഇടതുപക്ഷത്തെ ഓക്കെ. എനിക്ക് തോന്നുന്നു TP പരിമിതി എന്ന് ഉദ്ദേശിച്ചത് ചന്ദ്രികയിൽ കയറിയ ED-യുടെ പരിമിതി കൂടിയാണ് ഉദ്ദേശിച്ചത്. ഇവിടെ വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ പാർലമെന്റിന്റെ ഡിബേറ്റുകൾ പരിശോധിച്ച് നോക്കൂ. ഇവർ പറയുന്നുണ്ടല്ലോ കനലൊരു തരി എന്ന് പറയുന്ന ഇവരുടെ ഒരു MP ഉണ്ട്, ആലപ്പുഴ MP. ഒരു സെന്റൻസ് ഇംഗ്ലീഷിൽ ഇവിടുത്തെ ജനങ്ങൾ അദ്ദേഹം പറയുന്നത് കേട്ടിട്ടുണ്ടോ? നോക്കി വായിക്കുന്നു എന്നതിനപ്പുറത്ത് അത് ഏത് പോലീസുകാരനും കഴിയും. അതേസമയം അമിത്ഷാ മുന്നിലിരിക്കുമ്പോ, മോഡി മുന്നിലിരിക്കുമ്പോ അവരുടെ നേരെ ഏറ്റുമുട്ടാൻ അതിനിവിടെ മുസ്ലിം ലീഗിന്റെ MP-മാരും കോൺഗ്രസിന്റെ MP-മാരും ഉണ്ടായിട്ടുള്ളൂ. അതിന് ഒരുപാട് തെളിവുകളുണ്ട്. CAA-യുടെ ഡിബേറ്റ് എടുക്കുന്ന സമയത്ത് ഡിബേറ്റ് നടക്കുന്ന സമയത്ത് ഇവിടെ അറിയാലോ ശശി തരൂര്, NK പ്രേമചന്ദ്രൻ, PK കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ തുടങ്ങി നിരവധിയായ ആളുകൾ AMആരിഫിന്റെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് CAA-യുടെ ഡിബേറ്റിൽ കാണിക്കാൻ പറ്റുമോ? PK കുഞ്ഞാലിക്കുട്ടി യുദ്ധം അവസാനിപ്പിച്ചു. PK കുഞ്ഞാലിക്കുട്ടി ഡൽഹിയിലെ യുദ്ധം അവസാനിപ്പിച്ച് കേരളത്തിൽ വന്നു. 2019 അമിത്ഷായുമായി നേരിട്ട് ഏറ്റുമുട്ടി CAA-യുടെ ബില്ലിന്റെ സമയത്ത് PK കുഞ്ഞാലിക്കുട്ടി MP-യാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല. അതിനപ്പുറത്ത് അങ്ങനെയാണ് പറയാൻ സാധിക്കും. എനിക്ക് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ചെയ്തു. നിങ്ങൾ CPM-ന്റെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി വായിച്ചൊന്നും ചർച്ചക്ക് കാണാൻ വരരുത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? CAA-യുടെ നിങ്ങൾ സഭ TVയോ അതല്ലെങ്കിൽ ഈ സംസദ് TVയോ മറ്റുള്ളവർക്ക് പരിശോധിക്കും. NIA ബില്ലിൽ പറഞ്ഞുതരാം. NIA ബിൽ എന്താണെന്നറിയോ? NIA ബില്ലിൽ വോട്ട് ചെയ്ത CPM-ന്റെ ലോക്സഭാ മെമ്പർ വോട്ട് ചെയ്തു. രാജ്യസഭയിൽ നിങ്ങൾ വോട്ട് ചെയ്യാനുണ്ടായിരുന്നോ? അപ്പോഴാണ് നിങ്ങൾക്ക് അമളി മനസ്സിലായത്. NIA-യുടെ ഭേദഗതി എന്താണെന്ന് പോലും വായിച്ച് മനസ്സിലാക്കാത്ത CPM-ന്റെ MP ആ വിഷയത്തിൽ ഇവിടെ വോട്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ രാജ്യസഭയിൽ വന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇത് NIA-യുടെ ഭേദഗതി ഇന്ത്യക്ക് പുറത്തുള്ളതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്, ഇന്ത്യക്ക് അകത്തുള്ളതല്ല. അവിടെ അവർ വോട്ട് ചെയ്തില്ല. ഇതാണ് സത്യം. ഇതുപോലും മനസ്സിലാക്കാത്ത കമ്മി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ ചാറ്റുമായിട്ടാണ് ഇവർ ചർച്ചയ്ക്ക് വരുന്നത്. അതല്ല സത്യം. ഇവിടെ ഈ രൂപത്തിലൊന്നും കാര്യങ്ങൾ പോയില്ല. ഇവരുടെ മുഖ്യമന്ത്രി മുതൽ ഇവിടെ മഞ്ചേരി നിൽക്കുന്ന ഈ സഖാക്കൾ വരെ പറയുന്ന ഈ കളവുകൾ പച്ചക്കള്ളമാണ്. ഇതിന് ഡാറ്റകൾ നമ്മുടെ മുന്നിൽ തെളിവുകളുണ്ട്, നമ്മുടെ മുന്നിൽ ചരിത്രം തെളിവുണ്ട്, നിയമസഭ പാർലമെന്റ് പ്രൊസീഡിംഗ്സ് തെളിവുണ്ട്. ഇതൊക്കെ ഇവരിങ്ങനെ പടച്ചുവിട്ട് ഈ കള്ളങ്ങൾ ഇങ്ങനെ പറഞ്ഞു. രാഹുൽ ഗാന്ധിയിലും കോൺഗ്രസിലും അവിശ്വാസമില്ല, ഒരിക്കലുമില്ല. ഇവിടെ ഞങ്ങൾ രാഹുൽ ഗാന്ധിയും കോൺഗ്രസുമായി അതിശക്തമായി പതിറ്റാണ്ടുകളായിട്ടുള്ള ബന്ധം ഞങ്ങൾ നിലനിൽക്കുന്നു. ഈ CPM-ന് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ AK ബാലൻ മനസ്സിലാക്കി. AK ബാലന് കുറച്ചുകൂടി ബുദ്ധിയുള്ള കൂട്ടത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ലെങ്കിൽ നീരാളിയും ഈനാമ്പേറ്റി നമ്മുടെ ചിഹ്നമാകുന്നു പറഞ്ഞു. അതുകൊണ്ട് അവർ തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ കൈപിടിക്കുന്നു, ബംഗാളിൽ കൈപിടിക്കുന്നു. എവിടെയെല്ലാം കേരളത്തിന് പുറത്ത് കൈപിടിക്കാൻ പറ്റുമോ അവിടെയൊക്കെ കൈപിടിച്ചിട്ട് പരമാവധി വോട്ടിൽ ഈ അരിവാൾ ശ്രീപ്രകാശ്, ഈ ചെറുപ്പക്കാരന്റെ ചോദ്യം, നിയമനങ്ങളുടെ കാര്യത്തിൽ 2 കോടി നിയമനം കൊടുക്കാമെന്ന് മോദി സർക്കാർ വാഗ്ദാനം ചെയ്തിട്ട് നിങ്ങൾ എത്ര നിയമനം നടത്തി? റെയിൽവേയിൽ സ്ഥിര നിയമനം ഞാൻ പറയട്ടെ, റെയിൽവേ മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ശമ്പളം കൊടുക്കുകയും പുതിയ നിയമനങ്ങൾ വരുത്തുകയും ചെയ്യുന്നത് സർക്കാർ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന സംവിധാനമാണ്. ഞാൻ പറയട്ടെ അത് മാത്രമല്ല വസ്തുതകൾ കണക്ക് നിരത്താം, കണക്ക് പറയാം. ഇന്ത്യ രാജ്യത്ത് നിയമനം മാത്രമല്ല ആളുകൾക്ക് തൊഴിൽ ലഭിക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് മുദ്ര ലോൺ പദ്ധതി. മുദ്ര ലോൺ പദ്ധതിയിൽ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വ്യാപാര വ്യവസായ
വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങുവാൻ ഈടില്ലാതെ ആളുകൾക്ക് തൊഴിൽ ലഭിക്കാൻ വേണ്ടി ഈ രാജ്യത്ത് ലോൺ കൊടുത്തത്. അത് മാത്രമല്ല സ്വനിധി പദ്ധതി, വായ്പ കൊടുക്കുന്നത് ഒരു സംശയം, വായ്പ ബാങ്ക് കൊടുക്കുന്നത് എങ്ങനെ സർക്കാരിന്റെ ക്രെഡിറ്റ് ആവുന്നത്? ആളുകളെ എല്ലാവരെയും സർക്കാർ ഉദ്യോഗസ്ഥന്മാരാക്കുക എന്നല്ല ഇതിന്റെ പോളിസി. എല്ലാവർക്കും തൊഴിൽ നൽകുക എന്നാണ്. ആളുകൾക്ക് എല്ലാവർക്കും തൊഴിൽ നൽകാൻ വേണ്ടി സ്വനിധി പദ്ധതി ഈ രാജ്യത്തെ ഈ ചെരുവോടങ്ങളിൽ കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് പോലും 50,000 രൂപ അത് സർക്കാർ കൊടുക്കുകയാണ്. സർക്കാർ ബാങ്ക് വഴി പുതിയ പദ്ധതി സർക്കാരിന്റെ പദ്ധതി, ആ പദ്ധതി നടപ്പാക്കിക്കൊണ്ട് സ്വനിധി പദ്ധതിയിൽ, അതുപോലെ തന്നെ സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടി സ്ത്രീകൾക്ക് തൊഴിൽ കിട്ടാൻ വേണ്ടി, മാത്രമല്ല മണിപ്പൂർ ഞാൻ പറയാം, ഇതാദ്യം പറയട്ടെ, തൊഴിൽ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകിയിട്ടുള്ള 10 വർഷം കൊണ്ട് തൊഴിൽ നൽകിയിട്ടുള്ള, എല്ലാവർക്കും സർക്കാർ ജോലി നൽകുകയല്ല, എല്ലാവർക്കും ജീവിക്കാനുള്ള മാർഗം, കച്ചവടം, അതുപോലെ തന്നെ സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള മാർഗം, ഈ വക മാർഗങ്ങൾ നൽകിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, സാധാരണക്കാരന് അടിസ്ഥാന സൗകര്യങ്ങൾ നൽകിയിട്ടുള്ള, തൊഴിൽ നൽകിയിട്ടുള്ള സർക്കാരാണ് ഭരിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ തൊഴിലില്ലായ്മ ഇതിനൊക്കെ ഉയർന്നു നിൽക്കുന്നതിന്റെ കാരണം എന്താ? തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യത്ത് എല്ലാവർക്കും സർക്കാർ ജോലി കൊടുക്കുകയല്ല സർക്കാരിന്റെ പോളിസി, എല്ലാവർക്കും തൊഴിൽ കൊടുക്കുകയാണ്. എല്ലാവർക്കും തൊഴിൽ കൊടുക്കുവാനുള്ള പദ്ധതികൾ 300 പദ്ധതികളിൽ 10 പ്രധാനപ്പെട്ട പദ്ധതികൾ ഈ രാജ്യത്തെ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള പദ്ധതികൾ. ചോദ്യം നിങ്ങൾ BJP എന്ത് കണ്ടു തെളിയണ്? നിങ്ങൾക്ക് BJP-ക്ക് 300 സീറ്റുണ്ട് സാർ, 300 സീറ്റുണ്ട്. ഞങ്ങളാണ് 17 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടി ഞങ്ങളാണ്. 1500 പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി. കോടി ജനങ്ങളുടെ 31% വോട്ടേ ഉള്ളൂ. ജനങ്ങളുടെ പ്രതികരണം കൂടി കേൾക്കാം. 140 കോടി ജനങ്ങൾക്ക് എത്ര ശതമാനം വോട്ടുണ്ട്? നിങ്ങൾക്ക് എത്ര ശതമാനം വോട്ടുണ്ട്? ഞാൻ പറയാൻ കണക്ക് 31%, 37% NDAക്ക് 2014 NDA സഖ്യത്തിന് 35%, 2019 NDA സഖ്യത്തിന് 45%. BJP-ക്ക് എത്രയുണ്ട്? 37. 63% ഇന്ത്യയിലെ ജനങ്ങൾ നിങ്ങളുടെ പാർട്ടി അംഗീകരിക്കുന്നില്ല എന്നതാണ് പറയുന്നത്. ഇവർക്ക് എത്ര ശതമാനമുണ്ട്? CPM-ന് എത്ര ശതമാനമുണ്ട്? നിങ്ങളുടെ പാർട്ടിക്ക് എത്ര ശതമാനമുണ്ട്? കേക്കൂ. പറയട്ടെ. 2019 കേക്കൂ. യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോ വേറെല്ലാം പറഞ്ഞല്ലോ ഒഴിഞ്ഞു നിങ്ങൾ അഡ്വക്കേറ്റല്ലേ? പറഞ്ഞോളൂ. 2019 എത്ര ശതമാനം, എത്ര സീറ്റാണ്? 45%. 40. അത് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. നിങ്ങൾ കണക്ക് നോക്ക്. മാധ്യമ പ്രവർത്തകരുടെ കണക്കിൽ 31%. കാണില്ല. ഗൂഗിളിൽ സെർച്ച് അത് നിങ്ങൾ ഈ ചർച്ച നിങ്ങളുടെ പാർട്ടിയും 17 സംസ്ഥാന ഇപ്പൊ നിങ്ങൾ മാധ്യമ പ്രവർത്തകനാണ്. മാധ്യമ പ്രവർത്തകർക്ക് BJP ഗവൺമെന്റിൽ നേരിടേണ്ട ഒരു വിഷയമുണ്ട്. മാധ്യമ പ്രവർത്തകർ സിദ്ദിഖ് കാപ്പനെ UAPA അറസ്റ്റ് ചെയ്ത് കൊണ്ടില്ലേ? രാജ്യദ്രോഹം യുപിയിലെ അത്തറസില് 19 വയസ്സായ ഒരു പെൺകുട്ടിയെ യോഗി ആദിത്യനാഥിന്റെ കീഴിലെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് അവിടുന്ന് ബലാത്സംഗം ചെയ്തു, എന്നിട്ട് കത്തിച്ചു കളഞ്ഞു. 22 പറയണേ. സിദ്ദിഖ് കാപ്പൻ ആരം മലയാളിയാണ്.
എത്ര വർഷം പിന്നെ ജയിലിൽ കിടന്നു. UAP ഭരണകൂട ഭീകരതയുടെ മറ്റൊരു മുഖം ഫാദർ സ്റ്റാൻ സ്വാമി മരിച്ചു. ഇപ്പൊ സായിബാബ ഒരു ആയുഷ്കാലം ഊരുകളില് ഈ അവരുടെ ഭൂമി ഖനി തൊഴിലാളി പിന്നെ മുതലാളിമാര് അത് കവർന്നെടുക്കുമ്പോൾ അതിനൊരു പ്രതികരിച്ചാണ് ഈ പിന്നെ സ്റ്റാൻ സ്വാമിയും സായിബാബയും ഒക്കെ അറസ്റ്റ് ചെയ്ത്. എന്നിട്ട് സ്റ്റാൻ സ്വാമിയെ ഏത് വകുപ്പ് ചെയ്ത്? ഭീമോ കൊറോണ കേസിൽ ഒന്ന് മറുപടി പറയട്ടെ. സംസാരിച്ചല്ലോ. പിന്നെ ഇനിയിപ്പോ ഇങ്ങക്കുള്ള മറുപടി ഞാൻ തന്നു. ഇനിയിവിടെ ഇവിടെ UDF-ന്റെ പ്രതിനിധിനോടാ നിങ്ങൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കൂടി മലപ്പുറം മണ്ഡലം കടക്കുന്നു. മഞ്ചേരിയിൽ നിന്നാണ് തത്സമയം പ്രേക്ഷകർ കാണുന്നത്. റിപ്പോർട്ടർ കുരുക്ഷേത്രം. ഇടവേളയ്ക്ക് ശേഷം തുടരും ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഷോർട്ട് ബ്രേക്ക്. ക്ഷേത്രം തത്സമയം മഞ്ചേരിയിൽ നിന്നും ആരാണ് സംസാരിക്കുക ഇവിടെ? പറഞ്ഞോളൂ. BJP-യുടെ പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. ഇപ്പൊ നേരത്തെ പറഞ്ഞു തൊഴിലില്ലാത്തത് ഇന്ത്യയിൽ ജനസംഖ്യ കൂടിയതല്ലാണെന്ന് പറഞ്ഞു. താങ്കൾ ചൈന പോയി സന്ദർശിച്ചിട്ടുണ്ടോ? ക്യൂബ സന്ദർശിച്ചിട്ടുണ്ടോ? വിയറ്റ്നാം സന്ദർശിച്ചിട്ടുണ്ടോ? ഈ വിയറ്റ്നാമിനെ കുറിച്ച് ലോകത്ത് തന്നെ തുകയുടെ മൂല്യം കുറവുള്ള ആ രാജ്യത്തെ ശരാശരി ഒരാളുടെ വരുമാനം ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റുകയാണ് 40,000 രൂപയാണ് മിനിമം ശരാശരി. ഇന്ത്യയിൽ ശരാശരി 40,000 രൂപ കൊടുക്കാൻ പറ്റും BJP-ക്ക്? ഈ ജനസംഖ്യയുടെ കാര്യം പിന്നെ PSC നിയമനം നോക്കുമ്പോൾ BJP ഭരിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ആ 10 വർഷക്കാലം കൊണ്ട് 10 വർഷം കൊണ്ട് മാറ്റാൻ കഴിയില്ലെങ്കിൽ 10 വർഷം കൊണ്ട് മാറ്റാൻ കഴിയില്ലെങ്കിൽ എന്തിനു മാറ്റാൻ കഴിയും? പ്രിയ സുഹൃത്തേ, BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഇല്ലാത്ത ആളാണ്. BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിന് ഏറ്റവും കൂടുതൽ ആ പ്രസ്താവനയ്ക്ക് ഏറ്റവും കൂടുതൽ എതിർത്തത് BJP. ഈ സത്യഭാമയെ നിങ്ങൾ ആദരിച്ചു. ഈ സത്യഭാമയെ നിങ്ങൾ ആദരിച്ചു. BJP-യുടെ തിരുവനന്തപുരം ജില്ലാ പരിപാടി സത്യഭാമ എന്ന് പറയുന്ന സ്ത്രീയുമായിട്ട് BJP-ക്ക് യാതൊരു ബന്ധവുമില്ല. BJP എന്ന പ്രതിക്ക് BJP എന്ന പാർട്ടിക്ക് സത്യഭാമയുമായി യാതൊരു ബന്ധവുമില്ല. BJP മെമ്പറല്ല. എന്തിനാണ് നിങ്ങൾ സത്യഭാമയെ BJP-യുടെ തിരുവനന്തപുരം പരിപാടിയിൽ ആദരിച്ചത്? സത്യഭാമ എന്ന് പറയുന്ന ഒരു സ്ത്രീ അത് മാർക്സിസ്റ്റ് പാർട്ടിക്കാരിയാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്കാരെ ആദരിച്ചതെന്തിനാ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിങ്ങൾ ആദരിച്ചതെന്തിനാ? ഒരു വേദിയിലും BJP-യുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഞാൻ പറയുന്നത് അരുൺ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ BJP കേരളത്തിന്റെ 2019 ജൂലൈ 9 18 കോടി BJP-യുടെ മെമ്പറല്ല. BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുമായി ആ സ്ത്രീക്ക് ഒരു പുലബന്ധവും. അവർക്കെതിരെ ഏറ്റവും കൂടുതൽ ഈ സത്യഭാമയ്ക്കെതിരെ ഏറ്റവും കൂടുതൽ പ്രതികരിച്ചത് BJP-യാണ്. ഏറ്റവും കൂടുതൽ പ്രതികരിച്ചത് കേരളത്തിലെ മുഖ്യമന്ത്രി. ഈ ഒരു ഫോട്ടോ വെച്ചാണ് നിങ്ങൾ BJP-യുടെ ആളാന്ന് പറയുന്നത്. BJP ഞാൻ കണ്ടു. BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുമായി സത്യഭാമ എന്ന് പറഞ്ഞ സ്ത്രീക്ക് യാതൊരു ബന്ധവുമില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ സത്യഭാമ പങ്കെടുത്തോ ഇല്ലയോ? BJP-യുടെ
യുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ സത്യഭാമ പങ്കെടുത്തോ ഇല്ലയോ? നിങ്ങൾ പറയുന്നത് പല ആളുകളും ബി ജെ പിയുടെ മെമ്പർഷിപ്പ് എടുക്കാൻ വരുന്നുണ്ട്, പല ആളുകൾ വരുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് പ്രതികരിച്ചോ, എന്താ പറയാനുള്ളത്? ഈ വർണ്ണവരി നടത്തിയ സത്യഭാമ ആ സത്യഭാമ വർണ്ണവരി നടത്തിയതിന് പിറ്റേന്ന് തന്നെ നമ്മളെ പരിശോധിച്ചു ഫേസ്ബുക്കിൽ അവർ എനിക്ക് ആ മുദ്ര ലോണിന്റെ കാര്യം പറയാനുള്ളത്, പൈസ അല്ലാത്ത ഏത് വ്യക്തിക്കാണ് മുദ്ര ലോൺ ഇതിനെ പാസ്സാക്കി കൊടുത്തത്? അങ്ങനെ റെഡിയാണ്, ഒരു മിനിറ്റ്, അങ്ങനെ റെഡിയാണ്, ഞാൻ നാളെ റെഡിയാണ്, എനിക്ക് മുദ്ര ലോൺ പാസ്സാക്കി തരാൻ പറ്റുമോ? ഏത് ലോണും ഡോക്യുമെന്റ് ഇല്ലാതെ കിട്ടുമെന്നാണോ ചോദ്യം? മുദ്രാ ലോൺ എന്ന് പറയുന്നത് ഈടില്ലാതെ ഈ രാജ്യത്ത് വ്യവസായമോ വാണിജ്യമോ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈടില്ലാതെ മലപ്പുറം ജില്ലയിൽ ബാക്കി ആൾക്കാരോട് ചോദ്യം വേണം. ഇവിടെ പറഞ്ഞു ബിജെപി സ്ഥാനാർത്ഥിയോട് ചോദിക്കണം. പിന്നെ ദേശദ്രോഹം ചെയ്യുന്ന ആൾക്കാരെ ആരെയും അറസ്റ്റ് ചെയ്യും, അവർക്കെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞു. ഇന്നലെ ബാംഗ്ലൂരിൽ ഒരാൾ പറഞ്ഞ കഥകൾ കേട്ടതാ. മലപ്പുറം ജില്ലയിൽ ഒരു ഗ്രാമമുണ്ട്, അവിടെ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല, മുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല, അവിടെ പിന്നെ മുസ്ലിങ്ങളെ മാത്രമുള്ള സ്ഥലമാണ്. അങ്ങനെയുള്ള ഒരുപാട് പിന്നെ അവർക്കെതിരെ കേസെടുക്കില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ നിലപാടെന്താ? ആവേശകരമായ ചർച്ച ഇവിടെ നടന്നത്. എന്റെ ഒരു അഭിപ്രായം, ഇന്ത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് UPയും ഇന്ത്യ മുന്നണിയും NDA ആണ്. എന്തിനാ 3 സ്ഥാനാർത്ഥി 2 സ്ഥാനാർത്ഥി പോരെ എന്നതാണ് ശശികുമാർ. ഇതാണ് ആവർത്തിച്ച് കേരളം ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്ന്. വളരെ പെട്ടെന്ന് പിന്നെ ബഹുമാനപ്പെട്ട NDA പ്രതിനിധിനോട് ഇവര് പിന്നെ നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ വന്നു, 3 പ്രാവശ്യം 4 പ്രാവശ്യം വന്നു, ഇനി വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു സമയം നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്ല പ്രധാനമന്ത്രി ഇവിടെ പോകുന്നുണ്ടോ? മണിപ്പൂരിൽ പോകുന്നുണ്ടോ? ശശികുമാർ, രണ്ട് ചോദ്യങ്ങൾ. ഏറ്റവും ഒടുവിൽ ചോദിച്ച ചോദ്യം, ഇന്ത്യ മുന്നണിയെ ഒറ്റ സ്ഥാനാർത്ഥിയെ നിർത്തി നിങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ച വസീഫ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറേണ്ട എന്നതാണ് ചോദ്യം. ചെയ്യാമായിരുന്നു, പക്ഷെ എന്താ പ്രശ്നം അറിയോ? ഇവിടത്തെ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള സുധാകരൻ എന്താ പറയുന്നത്? എപ്പോ വേണമെങ്കിലും ഞാൻ BJP-യിൽ പോകും. സതീശൻ RSS നേതാവിന്റെ ജന്മദിനത്തിന്റെ തിരികൊളുത്താൻ ദീപം കൊളുത്താൻ പോവാണ്. ഓരോ ദിവസവും കോൺഗ്രസ് ആള് BJP-ലേക്ക് പോവാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസിനെ എങ്ങനെ വിശ്വസിക്കും? ഇവിടെ അദ്ദേഹം പറഞ്ഞ കാര്യത്തിന് ഇവിടെ 2 ആളുകൾ തമ്മിലേ മത്സരമുള്ളൂ, UDF-ഉം LDF-ഉം. ഇവിടെ BJP NDA അപ്രസക്തമാണ്. അവിടെ NDA-ക്ക് വേണ്ടി വക്കാലത്ത് കേരളത്തിൽ പിടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ NDA-ക്ക് വേണ്ടി ഒരു സ്ഥാനാർത്ഥിയെ മുസ്ലിം ലീഗ് ഒരുക്കി കൊടുത്തിട്ടുണ്ടല്ലോ, അബ്ദുൾ സലാം. അബ്ദുൾ സലാമിന്റെ കാര്യം പറയാം. അബ്ദുൾ സലാം ആരാണ് എന്നുള്ളത് വളരെ വ്യക്തമായി പാലക്കാട് BJP-യുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി വന്നപ്പോ അബ്ദുൾ സലാം ആരാണെന്ന് BJP കൃത്യമായി കാണിച്ചെന്നു. CAA എന്തായിരിക്കും എന്നുള്ളത് വളരെ വ്യക്തമായി അവർ കാണിച്ചെന്നു. എന്താണ് CAA? ഇന്ത്യയിലെ ജനങ്ങൾക്ക് ബാധിക്കുന്ന കാര്യമല്ല. ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇത് ഈ രാജ്യത്തെ അബ്ദുൾ സലാമിനെ പുറത്താക്കിയതല്ല. അബ്ദുൾ സലാമെ നിങ്ങൾ പ്രധാനമന്ത്രിയുടെ വാഹനത്തിൽ 3 പേർക്ക് മാത്രമേ കയറാൻ പാടുള്ളൂ. അല്ല, ഒരിക്കലുമല്ല. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായി പരിഗണിച്ച മുസ്ലിം സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അബ്ദുൾ സലാമാണ്. ആദ്യമായി പരിഗണിച്ച അദ്ദേഹത്തെയാണ്. BJP-യുടെ പട്ടികയിൽ എത്ര മുസ്ലിമുണ്ട്? ഈ മാർക്സിസ്റ്റ് പാർട്ടിയും ലീഗും കൊടുക്കുന്നവരെ സീറ്റ് കൊടുക്കുന്നത് ഞങ്ങൾ കൊടുക്കുന്നത് അതുകൊണ്ടല്ലോ. അവിടെ BJP കയറ്റാതിരുന്നതല്ല, സെക്യൂരിറ്റി ഫോഴ്സ്. സെക്യൂരിറ്റി അബ്ദുൾ സലാമിന്റെ പ്രശ്നമാണ്. ഒരിക്കലുമല്ല. മനസ്സിലാക്കുക.
മനസ്സിലാക്കൂ, ആ. 3 പേർക്ക് മാത്രമേ അതിൽ എന്തുകൊണ്ട് അബ്ദുൽ സലാം വന്നില്ല? അദ്ദേഹത്തിനില്ലാത്ത പരാതി ആ. എന്തിനാ മുസ്ലിം ലീഗിന്? എന്തുകൊണ്ട് അബ്ദുൽ സലാം അത് ഇവിടുത്തെ മുസ്ലിം ലീഗിന് വോട്ടർമാർക്കുണ്ട്. സ്ഥാനാർത്ഥിയല്ലല്ലോ. വോട്ടർമാർക്കുണ്ട്. ബിജെപിയുടെ പരാതി, ബിജെപിയുടെ സ്ഥാനാർത്ഥി, അഷ്റഫ് എന്ന് പറയുന്നത് ബിജെപിയുടെ ഇത് സ്ഥാനാർത്ഥി. പൗരത്വ നിയമത്തിന്റെ പ്രതീകാത്മകമായ അവതരണമായിരുന്നു. നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനത്തിൽ ഞങ്ങൾക്ക് നരേന്ദ്രമോദിയോട് നന്ദിയുണ്ട്. കാരണം CA എന്താണ് എന്ന് ഉദാഹരണ സഹിതം രാജ്യജനങ്ങളിൽ കാണിച്ച നരേന്ദ്രമോദിയുടെ ആ റോഡ് ഷോ തയ്യാറായി. ആ റോഡ് ഷോ ഉപകരിച്ചതുകൊണ്ട് നന്ദിയുണ്ട്. ഞങ്ങൾക്ക് ഒരു പരാതിയുമില്ല. അബ്ദുൽ സലാമിന് നിങ്ങൾക്ക് എന്തും ചെയ്യാം. ഞങ്ങൾക്കൊരു പരാതിയില്ല. എന്നാൽ യഥാർത്ഥത്തിൽ സെക്യൂരിറ്റി റീസൺ കൊണ്ടാണ് ഈ അബ്ദുൽ സലാം വരുമ്പോ സെക്യൂരിറ്റി റീസൺ എങ്ങനെ ഉണ്ടാവുന്നു? അത് 3 പേർ കയറി, നാലാമത്തെ ആൾക്ക് മൂന്നിൽ കയറാൻ ഒരാൾ സാധിച്ചില്ല. അബ്ദുൽ സലാം ആയി പോരെ? അത് സലാമിനില്ലാത്ത പരാതി, സലാമിനില്ലാത്ത പരാതി. അപ്പോൾ സലാമിനില്ലാത്ത മലപ്പുറത്ത് മത്സരം കടുക്കുമെന്നത് തീർച്ചയാണ്. വയനാട്ടിലേക്ക് ഇനി ശക്തനായ സ്ഥാനാർത്ഥി വരാൻ പോകുന്നുവെന്നറിയുന്നു. കേരളത്തിൽ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി മലപ്പുറവും മാറുമെന്ന സൂചന ആദ്യഘട്ടത്തിൽ ലഭിക്കുന്നു. പക്ഷേ എപ്പോഴും UDFന്റെ കോട്ടയാണ് എന്നത് സമ്മതിക്കുന്നു. അടിയൊഴുക്കുകളുണ്ടോ എന്നതാണ് ഇനി നമ്മൾ കാത്തിരിക്കേണ്ടത്. പോളിംഗ് ബൂത്തിൽ പോകുന്നതുവരെ ആ അടിയൊഴുക്കുകളുടെ സാധ്യത തള്ളിക്കളയാനുമാവില്ല. വീണ്ടും നമ്മളെത്തും റിപ്പോർട്ടർ കുരുക്ഷേത്രവുമായി നാളെ കോഴിക്കോട് നിന്നും തത്സമയം വൈകുന്നേരം 6:55 വീണ്ടും നമ്മൾ കണ്ടുമുട്ടും. ശുഭരാത്രി. ഗുഡ് നൈറ്റ്.